ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ വീടുകൾക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. അതേസമയം വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകളിൽ കുറേയൊക്കെ വീടുകൾ ഗുണഭോക്താക്കൾക്ക് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയിട്ടുമുണ്ട്. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് പറയാനും എനിക്കൊരു വിഷമമുണ്ട്. ആർക്കെങ്കിലും വീട് കിട്ടിയോ? വെരി ഗുഡ് ഈവനിങ് സുജയ. വീട് കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായും ആളുകൾക്ക് വീട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചിലഞ്ഞിച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം, വർക്ക്ഷോപ്പ് അസോസിയേഷൻ നൽകിയിരിക്കുന്ന 6 വീടുകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പണി പൂർത്തിയായി എന്ന് മാത്രമല്ല, അതിൻ്റെ താക്കോൽദാനം പൂർണ്ണമായും നിർവഹിച്ചു കഴിഞ്ഞു. അവർക്ക് കുടിവെള്ളം, വൈദ്യുതി ഉൾപ്പെടെ സകല സംവിധാനങ്ങളും ഒരുക്കിയാണ് ആ വീടുകൾ കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ കണക്കുകളിലേക്ക് കൂടി ഒരു ഘട്ടത്തിൽ പോകേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ സേവാഭാരതി ഭൂമി ഏറ്റെടുപ്പ് നടത്തി അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തമിഴ്നാട് മുസ്ലിം ജമാഅത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. 14 വീടുകൾ 8 സെന്റിൽ കുറയാത്ത ഭൂമി നൽകിക്കൊണ്ടാണ് അവർ ഇതിനോടകം പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് അടുത്ത ദിവസം തന്നെ താക്കോൽദാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മുജാഹിദ് സംഘടനകളുണ്ട്, വിസ്ഡം, മർക്കസ് ദുവ, KNM തുടങ്ങി അങ്ങനെ വരുന്ന സംഘടനകൾ വടുവഞ്ചാൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭൂമി ഏറ്റെടുപ്പ് നടത്തിയിട്ടുണ്ട്. അവിടെയും പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ താഴേക്ക് ഒരുപാട് കണക്കുകൾ പറയാനുണ്ട്. അതിൽ എറണാകുളം മഹൽ ഫെഡറേഷനുണ്ട്, ഒപ്പം തന്നെ ജമിയത്തുൽ ഉലമ, ഹിന്ദുണ്ട്. അവരുടെയൊക്കെ വീടിൻ്റെ പ്രവൃത്തികൾ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം പെന്തക്കോസ്ത് സഭയുടെയും ഫിലാക്കാലിയ ഫൗണ്ടേഷൻ, അവർ പ്രത്യേകം പറയേണ്ടതാണ്, പുൽപ്പള്ളിയിലാണ് അവർ വീടൊരുക്കുന്നത്. അവിടെ ഏതാണ്ട് 30ഓളം വീടുകൾ, ആ 30ഓളം വീടുകളുടെ പണി അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇതിനോടകം തന്നെ അതിൽ പകുതിയിലേറെ വീടുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. ഒപ്പം കോറി അസോസിയേഷൻ്റെതുണ്ട്. അങ്ങനെ നിരവധിയായ സംഘടനകൾ വീട് നിർമ്മാണം പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ട്. വീടാണല്ലോ ദീപക്. ഇപ്പോൾ നിൽക്കുന്ന ഒരു നല്ല വീടിന് മുന്നിലാണ്. ഞാൻ കുറച്ച് കണക്കുകൾ കൂടി പറയാം. അപ്പോൾ ആ വീടിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി ദീപക് ഒന്ന് കാണിച്ചു കൊടുക്കണം.